അങ്ങനെ ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ യുഗം ഒഫീഷ്യലി ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ക്ലോപ്പ് ലീവ് ചെയ്യുന്ന ആ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പുള്ളി വന്നതിന് ശേഷം ലിവർപൂളിന്റെ പെർഫോമൻസുകൾ നമ്മളൊക്കെ കണ്ടതാണ്. ഡൊമസ്റ്റിക് കപ്പുകൾ അടിക്കുന്നു, ടൈറ്റിൽ അടിക്കുന്നു, UCL അടിക്കുന്നു. അങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് ക്ലോപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ സ്ലോട്ടിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഡച്ച് ബേസ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആയിട്ടാണ് തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം 2017 ഒരു ടീമിന്റെ ഹെഡ് കോച്ച് ആവാനുള്ള അവസരം ലഭിക്കുന്നു. AC കാംബൂർ തുടങ്ങിയ ടീമുകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മാനേജ്മെന്റ് കരിയർ ഗ്രോ ചെയ്യുന്നത്. ഇവിടെ ACയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഫാനൂദ് പുള്ളീനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഡച്ച് ലീഗിൽ ഒരു വലിയ ഫോഴ്സ് ആയിട്ട് വളരാൻ ആർനെ സ്ലോട്ടിനും ഫാനൂദിനും കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഡച്ച് ലീഗും പ്രീമിയർ ലീഗായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നും പറ്റില്ല. ഇപ്പോൾ ടെനാഗിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. പുള്ളി വരുമ്പോൾ ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കളിയുടെ ആദ്യഘട്ടത്തിലൊക്കെ പ്രീമിയർ ലീഗിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു വലിയ അച്ചീവ്മെന്റ് ഒന്നും കൊണ്ടുവരാൻ യുണൈറ്റഡിന് വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇപ്പോ സ്പേഴ്സിലേക്ക് ബെർഗോ എന്ന് പറഞ്ഞ ഒരു താരം വന്നിട്ടുണ്ടായിരുന്നു. ആന്റണിയുടെ കാര്യം നമുക്കറിയാം. ഇതുപോലുള്ള പല പ്ലേയേഴ്സും ഡച്ച് ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-2-3-1 എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോർമേഷനിലാണ് സ്ലോട്ട് പലപ്പോഴും തന്റെ ടീമിനെ കളിപ്പിക്കുന്നത്. ചിലപ്പോൾ അറ്റാക്ക് ഒക്കെ വരുമ്പോൾ 4-3-3 എന്നുള്ള ഫോർമേഷനിലേക്ക് മാറാനും അല്ലെങ്കിൽ 4-1-4-1 എന്നുള്ള ഫോർമേഷനിലേക്ക് മാറാനൊക്കെയുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ക്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യുക, ഇന്റൻസിറ്റിയോടെ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആർനെ സ്ലോട്ടും ആ ഒരു മെത്തഡോളജി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പുള്ളി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നിനു പുറകെ ഒന്നായിട്ട് അറ്റാക്ക് ചെയ്യുക, അഥവാ ബോൾ മിസ്സാകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടർ പ്രസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ബോൾ റിക്കവർ ചെയ്ത് മറ്റൊരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പുള്ളിയുടെ ഒരു പ്രൈമറി മെത്തഡോളജി. നമ്മൾ മാർസലോ ബിയൽസയിലൊക്കെ ഇതുപോലത്തെ ടീം കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ലീഡ്സിന്റെ കാര്യം തന്നെ നോക്കാം. ലീഡ്സ് കളിക്കുന്നത് കാണാൻ ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ്, ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഫുട്ബോളാണ്. പക്ഷേ അവരുടെ വീക്ക്നെസ് എവിടെയാണെന്ന് നമുക്കറിയാം. അവർ കൺസിഡർ ചെയ്യുന്ന ഗോൾസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഓപ്പൺ ആയിട്ട് അറ്റാക്ക് ചെയ്യുക, പക്ഷെ കൗണ്ടറൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ലീഡ്സ് എക്സ്പോസ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആൻജ് പോസ്റ്റോകോഗ്ലു സ്പേഴ്സിലേക്ക് വരുമ്പോൾ ഇതേപോലെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നു, ഹൈലാൻഡ് ഫുട്ബോൾ കളിക്കുന്നു. പക്ഷേ പലതരത്തിലുള്ള ഓപ്പോസിഷൻ നമ്മളെ ഡിഫെൻസീവ്ലി എക്സ്പോസ് ചെയ്യുന്നതും ഗോൾ സ്കോർ ചെയ്യുന്നതും പല മത്സരങ്ങളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ മാക്സിമം സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ലൈനപ്പ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ വാൻഡേക്കിന്റെ കാര്യം നമുക്കറിയാം. വാൻഡേക്ക് അടങ്ങുന്ന ഒരു ഡിഫെൻസീവ് നേരെ തന്നെ ലിവർപൂളിനുണ്ട്. അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പുതിയ പ്ലേയേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സോളിഡ് ഡിഫെൻസീവ് ലൈൻ ബിൽഡ് ചെയ്യാനായിരിക്കും സ്ലോട്ട് ശ്രമിക്കാൻ പോകുന്നത്. ഇപ്പൊ മിഡ്ഫീൽഡ് ആയാലും രണ്ട് പിവറ്റായിട്ട് ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള രണ്ട് പ്ലേയേഴ്സിനെ കളിപ്പിക്കേണ്ടതും പുള്ളിയുടെ സിസ്റ്റത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോ എൻഡോ അല്ലെങ്കിൽ മെക്കാലിസ്റ്റർ ആണ് അങ്ങനത്തെ ഒരു റോള് ക്ലോപ്പിന്റെ സിസ്റ്റത്തിൽ കളിക്കുന്നത്. ചിലപ്പോൾ സബോസ്ലായിക്ക് പുള്ളി ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് റൈറ്റ് വിങ്ങിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലോ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അത് മാത്രമല്ല, വിങ്ങേഴ്സിനെ ഉപയോഗിച്ച് മാക്സിമം ചാൻസ് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഔട്ട് ഓഫ് പൊസിഷൻ ആയിട്ടൊക്കെ കളിപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നേക്കാം. അപ്പൊ എന്തായാലും ഒരു പ്രോപ്പർ ലൈനപ്പ് ഒക്കെ നമുക്ക് വരാൻ പോകുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കാണാൻ സാധിച്ചേക്കും. പുള്ളിയുടെ സിസ്റ്റം നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ലിവർപൂളിന്റെ റീബിൽഡ് തുടങ്ങാൻ പോവുകയാണ്. ചിലപ്പോൾ 1-2 പ്ലേയേഴ്സ് ഒക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആർനെ സ്ലോട്ടിന്റെ ആ ഒരു സിസ്റ്റം ലിവർപൂളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ശ്രമിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സീസണിൽ ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു ടോപ്പ് 4, ഒരു 1-2 കപ്പ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രൈമറി ഒബ്ജക്റ്റീവ്. ഒരു 1-2 സീസൺ കൊണ്ട് ഒരു പ്രോപ്പർ ടീമാക്കി മാറ്റിയെടുക്കാനായിരിക്കും സ്ലോട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.